ചൈനയിലെ ജനങ്ങൾ ഇപ്പോൾ വിഷപ്പാമ്പുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഓടുകയാണത്രേ. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇത് കണ്ട് ചൈന ദ്രോഹിച്ച രാജ്യങ്ങളിലിരുന്ന് ജനങ്ങൾ പറയുന്നു, ശത്രുക്കൾക്ക് പോലും ഈ ദുർഗതി ഉണ്ടാകരുത്. ചൈനയിൽ വെള്ളപ്പൊക്കം രൂക്ഷമായതോടെ ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ പാമ്പ് വളർത്തൽ കേന്ദ്രങ്ങളൊന്നായ ഗ്വാങ്സിയിലെ നിരവധി പാമ്പ് ഫാമുകൾ വെള്ളത്തിനടിയിലായി എന്നാണ് റിപ്പോർട്ട്. കൂടുകളും സുരക്ഷാ മതിലുകളും ഒക്കെ തകർന്നിരിക്കുകയാണ്. 100 കണക്കിന് വിഷപ്പാമ്പുകളാണ് അത്ര പുറത്തേക്ക് രക്ഷപ്പെട്ടത്. പ്രളയജലത്തിന്റെ ഒഴുക്കിൽ കിലോമീറ്ററുകൾ അകലെയുള്ള ജനവാസ മേഖലകളിലേക്കും വിഷപ്പാമ്പുകൾ എത്തിച്ചേർന്നു എന്നാണ് അധികൃതർ പറയുന്നത്. ഈ പ്രളയജലത്തിൽ വീടുകൾക്കും വാഹനങ്ങൾക്കും ഒപ്പം വിഷപ്പാമ്പുകൾ ഒഴുകി നടക്കുന്ന ധാരാളം ദൃശ്യങ്ങൾ, ചൈനയിലെ ദൃശ്യങ്ങൾ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പല പ്രദേശങ്ങളിലും വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും ആളുകൾ ഭയപ്പെടുകയാണ് ഇപ്പോൾ. വീടുകളിലും തെരുവുകളിലും കൃഷിയിടങ്ങളിലും ഒക്കെ വെള്ളത്തിൽ നീന്തി നടക്കുന്ന വിഷപ്പാമ്പുകളുടെ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒരു സ്ത്രീക്ക് വിഷപ്പാമ്പ് കടിയേറ്റു. റോഡുകൾ മുഴുവൻ വെള്ളത്തിനടിയിലാണ്. കനത്ത ഗതാഗതക്കുരുക്കാണ്. ഇതൊക്കെ കാരണം ഈ സ്ത്രീയെ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിലാകെ വിഷം വ്യാപിച്ചതിനെ തുടർന്ന് ചികിത്സ ലഭിക്കും മുൻപേ അവർ മരണത്തിന് കീഴടങ്ങിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ അരക്കെട്ടോളം വെള്ളത്തിലൂടെ നടന്നു പോകുന്നവരുടെ കാലുകൾക്കിടയിലൂടെ പാമ്പുകൾ അതിവേഗം നീന്തുന്ന ദൃശ്യങ്ങൾ, പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ചൈനയിൽ നിന്നുള്ള മറ്റൊരു ദൃശ്യം. എന്തായാലും വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും ആളുകൾ ഭയപ്പെടുകയാണ്. രക്ഷാപ്രവർത്തകരും അതീവ ജാഗ്രതയോടെയാണ് പ്രവർത്തിക്കുന്നത്. പരമ്പരാഗത ചൈനീസ് വൈദ്യശാസ്ത്രത്തിനും തുകൽ വ്യവസായത്തിനും മാംസ ആവശ്യങ്ങൾക്കുമായിട്ടാണ് ഗ്വാങ്സിയിൽ വൻതോതിൽ പാമ്പുകളെ വളർത്തുന്ന ഫാമുകൾ പ്രവർത്തിക്കുന്നത്. ഏകദേശം 30 ദശലക്ഷം പാമ്പുകളെ വിവിധ ഫാമുകളിലായി വളർത്തുന്ന ഒരു പ്രദേശത്താണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് ഫാമുകളുടെ സംരക്ഷണ ഭിത്തികൾ തകർന്നതാണ് പാമ്പുകൾ ഇത്തരത്തിൽ പുറത്തു കടക്കാൻ കാരണമായത്. വെള്ളപ്പൊക്കത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ മൃഗശാലയുടെ ചുറ്റുമതിലും തകർന്നു. സീബ്രകൾ, പന്നികൾ ഉൾപ്പെടെ 100-ലധികം മൃഗങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയതായും റിപ്പോർട്ടുകളുണ്ട്. ഇതും പ്രദേശവാസികളുടെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാമ്പുകളെ പിടികൂടാൻ വിദഗ്ധ സംഘങ്ങളെ ചൈനീസ് സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് രക്ഷാപ്രവർത്തകരും 5700-ലധികം ബോട്ടുകളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പാമ്പ് കടിയേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകാൻ താൽക്കാലിക മെഡിക്കൽ ക്യാമ്പുകളും ആന്റിവെനം ചികിത്സാ കേന്ദ്രങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊരു വിവരം. കനത്ത വെള്ളപ്പൊക്കത്തിൽ ഇതുവരെ 6ഓളം പേർ മരിച്ചു. 1.3 ലക്ഷത്തിലധികം ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തതായും അധികൃതർ അറിയിച്ചു. വീടുകളും കൃഷിയിടങ്ങളും മാത്രമല്ല, പ്രദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ആധാരങ്ങളായ ഫാമുകളും വ്യാപകമായി നശിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.